നമസ്കാരം. കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരവാദ സംഘടനകളെല്ലാം തന്നെ അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളുടെ ശൈലിയിൽ അവരുടെ പ്രവർത്തനത്തെ മാറ്റുന്ന തിരക്കിലാണ്. അതുകൊണ്ടൊക്കെ തന്നെ കേരളം ഇപ്പോൾ ശക്തമായ നിരീക്ഷണത്തിലാണ്. ATS-ഉം റോയും അടക്കമുള്ള വിവിധ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ തമ്പടിച്ച് തന്നെ ഇവർക്കെതിരെയുള്ള നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഹമാസും ലഷ്കർ-ഇ തോയ്ബയും ISIS-ഉം അടക്കമുള്ള ഭീകരവാദ സംഘടനകളുടെ ചെറു ഗ്രൂപ്പുകൾ കേരളത്തിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള സംശയങ്ങൾ ഉയരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ് കേരളത്തിൽ കേന്ദ്രമാക്കി ISIS-ന്റെ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയിൽ നിന്ന് എത്തിയ മുഹമ്മദ് ആദിൽ എന്ന ഭീകരനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ജിഹാദും ലവ് ജിഹാദും ലഹരി ജിഹാദും അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തമായ വേരോട്ടമാണ് കേരളത്തിലുള്ളത്. താരതമ്യേന നല്ല ഒരു ഒളിത്താവളം കൂടിയാണ് കേരളം. കേരളത്തിൽ നടത്തുന്ന ഏത് ഭീകരവാദ വിരുദ്ധ പരാമർശങ്ങളും അനിസ്ലാമികമായി മാറുന്ന ഒരു സാഹചര്യം പോലും കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ശക്തമായ വളക്കൂറുള്ളതും അതോടൊപ്പം തന്നെ നല്ല ഒരു ഒളിത്താവളമായും കേരളത്തെ ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഉൾക്കൊള്ളുന്ന മുന്നണികളായ LDF-ഉം UDF-ഉം ശക്തമായ രീതിയിൽ ഇവർക്ക് പിന്തുണ നൽകുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളം ഒരു തീവ്രവാദത്തിൻ്റെ ഹബ്ബായി മാറുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നതും. കേരളത്തെ കേന്ദ്രമാക്കിയുള്ള ശക്തമായ ആക്രമണങ്ങൾക്കൊന്നും തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഭീകരവാദ സംഘടനകൾ മുതിർന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ ശൈശവദശ പിന്നിട്ടിരിക്കുന്നു. യൗവനത്തിലേക്കും കൗമാരത്തിലേക്കും കടന്ന ഈ സാഹചര്യത്തിൽ ഇനി കേരളത്തെ വിടാനുള്ള ഭാവമില്ല ഭീകരവാദ സംഘടനകൾക്ക്. പതിയെ സ്ലീപ്പർ സെല്ലുകളെ ആക്റ്റീവ് സെല്ലുകളാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് അവർ ഇട്ടിരിക്കുന്നത്. ലവ് ജിഹാദ് പോലുള്ള പ്രവർത്തനത്തിലൂടെയും ഡിജിറ്റൽ ജിഹാദിലൂടെയും ഒക്കെ ശക്തമായ അടിത്തറ ഇതിനകം തന്നെ അവർ കേരളത്തിൽ നേടിയെടുത്തു കഴിഞ്ഞു. അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയി നിരവധി നാളുകൾ നീണ്ട പരിശീലനത്തിലൂടെ അവർ മറ്റൊരു ദിശയിലേക്ക് ഈ ഭീകരവാദികളെയെല്ലാം കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടത്ര അംഗബലം കേരളത്തിൽ ആയിക്കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. PFI ഉണ്ടായിരുന്നപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാണ് കേരളത്തെ ഭാരതത്തിൽ നിന്ന് വിഭജിക്കുക എന്നത്. ഇതിന് തുടക്കമായും കഴിഞ്ഞു. മലപ്പുറം ജില്ല വിഭജിച്ച് മറ്റൊരു ജില്ല രൂപീകരിക്കാനും എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് മൂവാറ്റുപുഴയോടുകൂടി മറ്റൊരു ജില്ല കൂടി രൂപീകരിക്കാനും അങ്ങനെ രണ്ട് മുസ്ലിം കേന്ദ്രീകൃത ജില്ലകൾ കൂടി കേരളത്തിൽ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമങ്ങളൊക്കെയും അവർ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം ഭീകരവാദ സംഘടനകളുടെ ചെറു ഗ്രൂപ്പുകൾ കാസർഗോഡ്, മലപ്പുറം പോലുള്ള ഇടങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് ഇത്തരം സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടതായിട്ടും സംശയങ്ങൾ ഉയരുന്നു. ഇതിനെതിരെയുള്ള അന്വേഷണങ്ങൾ വളരെ വ്യാപകമായി തന്നെ നടക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് മൊയ്തീൻ കുട്ടി എന്ന പഴയ PFI ആയുധ പരിശീലകനെ കണ്ടെത്തിയത്. കേരളത്തിൽ നടക്കം വലിയ പിന്തുണയാണ് ഇയാൾക്ക് ഒളിവിൽ പാർക്കാൻ വേണ്ടി ലഭിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾക്കകത്തും ഇയാൾ 6 വർഷത്തോളം ഒളിവിൽ പാർത്തിരുന്നു. അങ്ങനെ വളരെ വലിയ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടാണ് പലരുടെയും ഭാഗത്തു നിന്ന്, അതായത് നിഷ്പക്ഷം എന്ന് കാണിക്കുന്ന ചില ആൾക്കാരുടെ ഇടയിൽ നിന്ന് പോലും അവർക്ക് ലഭിക്കുന്നത് വലിയ രീതിയിലുള്ള പിന്തുണയാണ്. മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവർക്ക് പിന്തുണ നൽകുന്നു എന്ന രീതിയിൽ ഉള്ള അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. നേരത്തെ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് മറ്റൊരു സംസ്ഥാനത്തിന് പോലും ഇവർ പദ്ധതിയിട്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഏനാത്തിൽ 35 വയസ്സുകാരി ആയ യുവതിയെ സുഹൈൽ അൻസാരി എന്ന ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലവ് ജിഹാദ് വലയിൽ കുടുക്കി അവസാനം ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടത്. തന്നെ ചൂഷണം ചെയ്യുകയും മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതായും യുവതി ആവർത്തിച്ച് പറഞ്ഞുവെങ്കിലും അതൊന്നും കേരളം കേൾക്കാൻ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ നിമിഷ ബിന്ദു കുമാർ, സോണിയ സെബാസ്റ്റ്യൻ തുടങ്ങി നിരവധി പേരാണ് കേരളത്തിൽ ലവ് ജിഹാദിൻ്റെ പ്രവർത്തനം വഴി മതം മാറ്റപ്പെട്ടതും ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് തള്ളിവിടപ്പെട്ടതും. ഇനി കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഏറെ അനുയോജ്യമായി തീരുന്നു. തീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്നത് പോലും മതവിരുദ്ധമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ പേരിൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതും അഡ്വക്കേറ്റ് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ടപ്പോഴും ഒന്നും അതിനെതിരെ സംസാരിക്കുവാൻ പോലും കേരളത്തിൽ ഭരണകക്ഷിയായ LDF-ഓ UDF-ഓ പോലും തയ്യാറായിട്ടില്ല. പകരം ഹമാസും അൽ-ഖ്വയ്ദയും അടക്കമുള്ള ഭീകരവാദ സംഘടനകളെ വെള്ളപൂശാനാണ് പലപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനിയും ഈ രീതി ലളിതവത്കരിച്ചാൽ ഭീകരവാദം കേരളത്തെ കത്തിച്ചു ചാമ്പലാക്കും എന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന
ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.